നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഏതാണെന്നറിയാമോ? മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യണതും അതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ സ്കാം അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. 5 വർഷമായിട്ട് ഇങ്ങനെ പല മാനിഫെസ്റ്റേഷൻസും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ ഇൻകം ഗോളാണ്, എൻ്റെ കരിയർ ഗോൾസ്, പല പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ലൈഫ് മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്കൽ റിസൾട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? എന്താണ് നിങ്ങളുടെ ഡ്രീം ലൈഫ്? ഒന്ന് കമൻറ്റ് വന്നിട്ട് എഴുതാവോ? കണ്ടറിയാവോ? യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്നറിയാവോ? യൂണിവേഴ്സിൽ എല്ലാം അബണ്ടൻസിലുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ എങ്കിലും വളരെ കുറച്ച് ആൾക്കാർ സക്സസ്സിൽ നിന്ന് സക്സസ്സിലേക്ക് പോകണു, മാസീവായിട്ടുള്ള സക്സസ് കൊണ്ടുവന്ന്. ഒരു 95% ആൾക്കാരും എൻ്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ പഠിച്ച് വേദനിച്ച് വിഷമിച്ച് മറ്റുള്ളവർ തരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ പേരി കയറി ജീവിതം നീക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ വിൻഡോയിൽ വന്നിട്ടുണ്ട്. അത് ഡിസംബർ 12 മുമ്പാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കാര്യം എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ടുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിക്കാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങൾക്ക് വിജയിക്കണം. നിങ്ങളുടെ ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം, എന്തിലും ഒരു അബണ്ടൻസ് ഉള്ള ഒരാളായിട്ട് മാറണം, ഒരു ക്രിയേറ്റർ ആവണം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ടിമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇരയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാര്യം എന്താ? എത്രയോ വീഡിയോസ് ഉണ്ടെന്നറിയോ? 10 കോടി ചാനൽസ് ഉണ്ട് മൊത്തം. ഈ 10 കോടി ചാനൽസിൽ ഒരു വീഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വെറുതെ പറഞ്ഞല്ല, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് യൂണിവേഴ്സ് തരുന്ന സൈനാണ്. അപ്പോൾ ഈ ഒരു സൈൻ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് വന്നിട്ട് എന്നെ പറയാൻ പറ്റും, മാം അന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ട് എൻ്റെ ലൈഫ് മാജിക്കലി ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇന്നൊരു മില്യനെയർ ആണ്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്ന ഭവനം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റ് ഇല്ലേ, ആ കരിയറിലെ ആ ഒരു പോസ്റ്റ്, അത് ഇന്ന് എനിക്ക് എൻ്റെ റിയാലിറ്റിയാണ്. എനിക്ക് എന്തും നിങ്ങൾക്ക്, ഈവൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ എനിത്തിങ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 1 മില്യൺ അല്ലെങ്കിൽ ഒരു സിൽവർ ബട്ടൺ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ആ ഒരു ചാനൽ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അക്കൗണ്ടിൽ റീച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മാജിക്കലി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് മാറിയത്, എനിത്തിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പോലെ ലോ ഓഫ് അട്രാക്ഷനിൽ മാറണം. ലൈഫിൽ മാജിക്കലി ജീവിക്കാനായിട്ടൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ 1 മന്ത് പ്രോഗ്രാമിൽ വരാം. 1 മന്ത് പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് മാജിക്കലി റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ട്രക്കായിരിക്കും, ചിലപ്പോൾ മണി ആയിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ കരിയർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കും. ഏതിലും നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ലെവലിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് ആ ബ്ലോക്കേജ് ഒക്കെ മാറണത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും പഠിപ്പിക്കാം. പോസിറ്റീവായിട്ട് എങ്ങനെ ജീവിതം കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 1 മന്ത് ക്ലാസ്സിൽ വരാം. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കണവർക്ക് ഏറ്റവും ഈ ഒരു വർഷത്തിൽ ഏറ്റവും അവസാനം ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറാനായിട്ടുള്ള സുവർണ അവസരമാണ്. 3333 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് 1 മന്ത് ക്ലാസ്സിലേക്ക് വരാം.
പക്ഷെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ലൈഫിൽ ശീലങ്ങൾ എനിക്കില്ല, ഞാനൊരു ദുശീലങ്ങളുടെ ഉടമയാണ്, എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യമില്ല, ഒരു കാര്യം ഞാൻ സമയത്ത് ചെയ്യില്ല, എനിക്കൊരു റുട്ടീനൊന്നുമില്ല, അങ്ങനെ ഒരു എല്ലാം നീട്ടി നീട്ടി വെച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പ് ഉണ്ട്. 18-ാം തീയതി രാവിലെ 5 മണിക്കാണ് ഈ വർക്ക്ഷോപ്പ്. ഒരു 8 മണിക്കൂർ വർക്ക്ഷോപ്പാണ് 5 days ആയിട്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, ഒരു മില്യനെയറെ പോലെ അവരുടെ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എനിക്ക് 2026 എൻ്റെ ഭാഗ്യവർഷമാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇതിൻ്റെ പ്രൈസ് 2000 rupees, പക്ഷേ എൻ്റെ ഫോളോവേഴ്സ് ഇൻസ്റ്റ ആവാം, ഫേസ്ബുക്ക് ആവാം, യൂട്യൂബ് ആവാം, ഇതിൽ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആണ്, സബ്സ്ക്രൈബേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 1000 rupees ഈ ഒരു 7 മണിക്കൂർ അല്ലെ 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാവാം. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നോക്കിയാൽ അറിയാം, 5 star റിവ്യൂ ഉള്ള കേരളത്തിലെ ശരിക്കും ലൈഫ് കോച്ചിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ലൈഫ് കോച്ചീജ. അപ്പോൾ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ ജീവിതത്തെ മാജിക്കലി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഇത് ഈ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കാര്യം നിങ്ങൾ അത്രയ്ക്ക് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, ലൈഫ് ഒന്നും വെറുതെ അല്ല, ആക്സിഡൻ്റ് അല്ല. ഏതെങ്കിലും ഒരാൾ സക്സസ്സിലേക്ക് പോകണമെങ്കിൽ അതൊരു മനുഷ്യൻ്റെ ക്രിയേഷനാണ്. ആ ക്രിയേഷൻ ആദ്യം എവിടെ നടക്കണം? നമ്മുടെ ഉള്ളിൽ നടക്കണം. ഉള്ളിൽ നടക്കുന്ന ഒരു ക്രിയേഷനാണ് നമ്മൾക്ക് റിയാലിറ്റിയിൽ നടക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഇതൊന്നും നടക്കാറില്ല. കാര്യം എന്താ? അവർക്ക് എപ്പോഴും സംശയമാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് ലക്കാണ്, അതുകൊണ്ട് അവർ രക്ഷപ്പെടണു. ഇങ്ങനെ സങ്കടപ്പെട്ട് അസൂയൊക്കെ പെട്ടിട്ടാണ് മെജോറിറ്റി മനുഷ്യർ ജീവിക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവനവൻ്റെ ജീവിതം അവനവൻ്റെ ടേംസിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യ ദിവസമാണ് ഈ 12 ഡേ. അതായത് ഡിസംബർ 12-ാം തീയതി, 12-ാം മാസമാണ്, അഗൈൻ 2025. അപ്പോൾ ഈ ഒരു പോർട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള പോർട്ടലാണ്. 369 പോർട്ടൽ എന്ന് പറയും. അപ്പോൾ 12 പോർട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, 1+2 എന്ന് പറഞ്ഞാൽ 3, മൂന്നാം ദിവസമാണ്. അഗൈൻ ഈ ഒരു ഡേറ്റും അഗൈൻ ഈ മന്തും കൂടി കൂടുമ്പോഴത്തേക്ക് എന്താവും? 6 ആവും. അഗൈൻ 2025 കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? 9 ആവും. അഗൈൻ നമ്മൾക്ക് ഈ ഒരു 12th ഡേ വന്നെ എന്താണെന്നറിയാമോ? ഫ്രൈഡേ ആണ്. അപ്പോൾ ദിവസത്തിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഡബിൾ പവർ ഉള്ള ഒരു ദിവസമാണ് ഈ 369 പോർട്ടൽ വന്നേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് എഴുതിയാലും നമ്മൾക്ക് ആ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്യണ ഒരു മാജിക്കൽ ഡേ ആണ്. അപ്പോൾ ഈ ദിവസം നിങ്ങളുടെ ഭാഗ്യമുള്ള ആ ഒരു കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യൂണിവേഴ്സിലേക്ക് അർപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു പോർട്ടൽ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുന്നത് വിശ്വാസമുള്ളവർക്കാണ്. പല ആൾക്കാർക്കും ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, ഞാൻ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരാളുണ്ട്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹസ്ബൻഡാണ്, എൻ്റെ പാർട്ണറാണ്. പുള്ളിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പുച്ഛവും കളിയാക്കലൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ എഴുതിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ജയ്മോനും ഇരുന്ന് എഴുതും. കാര്യം എന്താണെന്നറിയാമോ? പല ആൾക്കാരും അങ്ങനെയാണ്, ആരുടെയെങ്കിലുമൊക്കെ റിസൾട്ട് കാണുമ്പോൾ അതിൻ്റെ പുറകെ വരും. അപ്പം നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഫുൾ കാണുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഈ 12 പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോർട്ടലാണ്. അപ്പോൾ ഈ ദിവസം നിങ്ങൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ആലോചിച്ചാൽ ഒരു 100 പേരെ എടുത്ത 3% ആൾക്കാർക്കാണ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും? അവർ ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകും. ബാക്കിയുള്ള ആൾക്കാരെ എന്ത് സംഭവിക്കും? അവർ അന്നന്നത്തെ അന്നം തേടി ഇങ്ങനെ ഓടി അലഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യങ്ങളൊന്നും അവർക്കില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി, എൻ്റെ ജീവിതം തോൽക്കരുത്, ഇതൊക്കെയാണ് അവർ വിചാരിക്കുക. അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് മാജിക്കലി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഉരുണ്ടും വെളുത്തും ഇങ്ങനെ അങ്ങ് പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഗോളുകൾ നമ്മൾ എഴുതാൻ റെഡിയാവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം ഈ 12-ാം തീയതി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗോള്, ഒരാഗ്രഹം നിങ്ങൾ എഴുതുക. ക്ലിയർ ആണോ?
അപ്പോൾ ഇത് എഴുതണതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിഷ് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പല ആൾക്കാർക്ക് ഈ മാനിഫെസ്റ്റേഷൻ നടക്കാറില്ല. അതിൻ്റെ മേജർ കാര്യം എന്നറിയാമോ, അവർ അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒറയിൽ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, എന്തെങ്കിലും എഴുതുമ്പോൾ വിശ്വസിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒറിയൊന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ 12-ാം തീയതി ഇപ്പോൾ രാത്രി, ഇപ്പം നമ്മളെ സംബന്ധിച്ച് അറിയാം 11th രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും 12 AM ആവും അല്ലേ. അപ്പോൾ ആ 12 AM നമുക്ക് എഴുതാം. അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ 11-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാം, കിടന്നുറങ്ങാൻ പോണതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതാൻ തീരുമാനിക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് നമ്മൾക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണം. പ്രിപ്പറേഷൻ എന്താ ചെയ്യുക, ആദ്യമേ നമ്മുടെ ഒറയൊന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു പനനീരൊക്കെ ഉണ്ടല്ലോ, റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ എടുത്തിട്ട് ഒരു കപ്പിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ആ റോസ് വാട്ടർ നിങ്ങൾ നിങ്ങളുടെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ആ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് കുളിക്കാൻ റെഡിയാവുന്നുണ്ട്, തല മുതൽ താഴെ വരെ. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിന് നിങ്ങൾ എനർജൈസ് ചെയ്യണത് എങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ 7 ചക്രാസ് ശരിക്കും ബ്ലോക്കേജ് ഒക്കെ മാറി നിങ്ങളുടെ ഒറ ക്ലെൻസ് ചെയ്യണതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു വെള്ളത്തിനൊരു പവർ കൊടുത്തിട്ട്, ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പവർ കൊടുത്ത് നിങ്ങൾ ആ വെള്ളം വെച്ചിട്ട് കുളിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒറയൊക്കെ ക്ലെൻസ് ആവും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായി, നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവായി. നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാമോ, നെഗറ്റീവായിട്ടുള്ള ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ വർത്താനം പറയാതിരിക്കുക. ആവശ്യമില്ലാത്ത കച്ചടാസിനൊന്നും പോവാതെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ നിങ്ങൾ പോയി പെടരുത്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒറയൊക്കെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾ റെഡി ആയിട്ട് വരിക. റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ടേബിളിൽ വന്നിരുന്ന് ഒരു ബുക്കൊക്കെ, മാനിഫെസ്റ്റേഷൻ എന്തായാലും എല്ലാവർക്കും ഒരു ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആ ബുക്കൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ സ്ട്രക്ചറായിട്ടൊക്കെ പഠിപ്പിക്കും. ഇപ്പം നിങ്ങളൊരു ബുക്ക് എടുക്കുക. ആ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ശരിക്കും എഴുതാനുള്ള ആ വിഷയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ബുക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോളില്ലേ, ചിലപ്പോൾ നിങ്ങൾക്കൊരു 10 lakh rupees ഒരു മാസം വരുമാനം കിട്ടണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നതായിട്ട്, അത് ആ 10 ലക്ഷം രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ചിലപ്പോൾ നിങ്ങൾ ഒരു ട്രാവൽ പോയതാവാം, ചിലപ്പോൾ നിങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ശരിക്കും എന്തെങ്കിലും അതിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള അഡ്വാൻസ് കൊടുത്തതായിരിക്കാം. ഇങ്ങനെ നമ്മൾക്ക് പല പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ നേടിയതായിട്ട്, ഇപ്പോൾ വീട് വാങ്ങി അവിടെ താമസിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. എന്ത് കാര്യമാവട്ടെ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം വരും. കാര്യം എന്താ, നമ്മൾക്ക് ഫീൽ ചെയ്യണത് ഞാൻ അടിപൊളിയാണ്, പ്രൗഡാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാവമാണ് നമുക്കപ്പോൾ വരിക. അപ്പോൾ എന്താണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേപ്പറും പേനയൊക്കെ എടുക്കാം. പേപ്പറും പേനയും എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രാത്രി 11th രാത്രി 12 മണിക്ക് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ എപ്പോഴെങ്കിലും ചെയ്യാം. അതായത് ഈ 12 AM 12 PM ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണ ലെവലിലേക്ക് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാം. ഏത് സമയത്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിട്ട് കളയേണ്ട എന്തെങ്കിലും ഒരു 12 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ശീലങ്ങളാവാം, ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കളയേണ്ട ഒരു 12 കാര്യങ്ങൾ. എന്തൊക്കെയാണോ നിങ്ങളെ സെർവ് ചെയ്യാത്ത ഒരു 12 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ആവാം, ചില മനുഷ്യരെ ആവാം, പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരു ബാഡ് ഡെപ്റ്റ് ഉള്ളത്, ഇപ്പോൾ ഡെപ്റ്റ് ശരിക്കും നമ്മളുടെ ആ ഒരു ഓൾഡ് ഡെപ്റ്റ് ആവാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയാണോ ആ 12 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയുക. അതിനാണ്ട് എഴുതിയിട്ട് ശരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 12 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി 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 അനുഗ്രഹങ്ങളുണ്ട്. റിയലായിട്ട് നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആണ്. ഓരോ ദിവസവും ഓരോ പ്രഭാതം കാണാൻ പറ്റുന്നു,
ഓരോ ദിവസവും ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു, നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒത്തിരി നല്ല മനുഷ്യരുള്ളത്, ഒരു ജോലിയുള്ളത്, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പിന്നെ നമ്മുടെ എല്ലാ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, എല്ലാ ഓർഗൻസും വളരെ ഫങ്ഷൻ ചെയ്യുന്നു. ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനന്തമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ 12 ബ്ലെസ്സിങ്സ് എഴുതുക. എഗെയിൻ മൂന്നാമത്തെ പ്രൊസീജിയറാണ് നമ്മൾ എഴുതാൻ പോണത്. എന്താണ്? നമ്മളുടെ ഒരു 12 വിഷ് വേണം എഴുതാൻ. 2026 നടക്കേണ്ട 12 വിഷ് എഴുതിയിട്ട് അതിൽ നിന്ന് ഒരു വിഷ് സെലക്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു ഇന്നർ മോസ്റ്റ് ഡിസയർ എന്നൊക്കെ പറയുന്നത് ഇതെനിക്ക് നടന്നേ പറ്റുമെന്നായിരിക്കും. ആ ഒരു ഡിസയർ നിങ്ങൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. എന്ത് കാര്യങ്ങൾ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നടന്നതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയതിന് നന്ദി, അങ്ങനെയുള്ള രീതിയിൽ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന ജോലിയാണ്, ആ ഒരു പോസ്റ്റിലുള്ള ജോലി കിട്ടിയതിന് നന്ദി, എൻ്റെ ഹെൽത്തിലാവുമ്പോഴത്തേക്കിന് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് നന്ദി. അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് ആണെങ്കിൽ ആ ഒരു വെയിറ്റ് നിങ്ങൾ 60 കിലോ വെയിറ്റിൽ എത്തിയതിന് നന്ദി. അപ്പോൾ എന്ത് കാര്യങ്ങൾ എഴുതുമ്പോഴും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യരുത്. ഇപ്പോൾ ചില ആൾക്കാർ കടം ഇങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമുക്കിപ്പോൾ 1 കോടിയുടെ കടം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 കോടി ധനം ലഭിച്ചതിന് നന്ദി. അപ്പം നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ ബേസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ വർക്ക് ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് 12 പ്രാവശ്യം എഴുതുക. ക്ലിയർ ആണല്ലോ? 12 ടൈംസ് എഴുതുക. എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയ പേപ്പർ നമ്മളൊന്ന് മടക്കിയിട്ട് നമ്മളുടെ പില്ലോയില്ലേ, നമ്മൾ കിടക്കാൻ പോണ പില്ലോയുടെ താഴെ കൊണ്ട് വെക്കുക. വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിറ്റേ ദിവസം അതൊന്ന് ശരിക്കും പറഞ്ഞാൽ പില്ലോയുടെ താഴെ വെക്കുക. നമ്മൾ പിറ്റേ ദിവസം അതെടുക്കുക. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് കത്തിക്കുക. കത്തിച്ചിട്ട് ആ ചാരം നമുക്ക് വേണമെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നമുക്കിങ്ങനെ വിതറാം, അല്ലെങ്കിൽ ഒരു ചെടിയുടെ ചോട്ടിക്കൊണ്ടിടുക. അപ്പം നമ്മൾ ഈ ഒരു റിച്വൽ ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണമെന്തെന്നറിയാമോ? ഞാൻ എൻ്റെ ആഗ്രഹം പ്രപഞ്ചത്തിന് സമർപ്പിച്ചു, ഈ ഒരു വിഷ്. ഇനി ആ പ്രപഞ്ചത്തിൻ്റെ എന്താ പ്രത്യേകത? എന്താ? എൻ്റെ ആഗ്രഹങ്ങൾ നടത്താനായിട്ടുള്ള സാഹചര്യം, മനുഷ്യർ എല്ലാം എനിക്ക് പ്രപഞ്ചം തരും. ഞാൻ ഫുള്ളി സപ്പോർട്ടഡ് ആണ്. എൻ്റെ ജീവിതത്തിൽ മാജിക്കലി ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാര്യം എന്താ അറിയാമോ? ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും അതിൻ്റെ ഒരു 10% ഇടാനുള്ള കാശുണ്ടാക്കിയാലാണ് ഒരു ലോണെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു പൈസ കൊണ്ട് KSF ചിട്ടിയിലെങ്കിലും ഇട്ടിട്ട് ആ ഒരു കാശ് ഉണ്ടാക്കണം. ഒരു അഡ്വാൻസ് ബാങ്കിന് കോഷൻ കൊടുക്കാനുള്ള കാശെങ്കിലും ഉണ്ടാക്കണം. സ്ഥലം കാണാൻ പോകണം. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ എഫേർട്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ കുഞ്ഞ് എഫേർട്ടെങ്കിലും നമ്മൾ ഇടുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് എന്ത് സംഭവിക്കുന്നത്? റിയാലിറ്റി ആവുന്നത്. അല്ലാതെ ഒരു പണി ചെയ്യാതെ എൻ്റെ ലൈഫിൽ എല്ലാം വെറുതെ കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യാതിരിക്കാം. ഈ ഒരു 12 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എഫേർട്സ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ജോലി കിട്ടണം എന്നാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, സ്കിൽഡ് ആവുക. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്താണ് പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യണം ആ ഒരു ഔട്ട്കം. ആരോഗ്യമുള്ള ആ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ നമ്മൾ കാണണം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ബലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസുകൾ 100% സറണ്ടർ ചെയ്തിട്ട് ഒരു കുഞ്ഞു കുട്ടിയുടെ നിർമ്മലതയോടെ ആ കിട്ടിയ ആളുടെ ആ ഒരു പ്രൗഢമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തോടെ എഴുതുക. കാര്യം മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ആസ്ക്, ബിലീവ്, റിസീവ്. ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് പറ്റണം. ആ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എനിക്ക് എൻ്റെ റൈറ്റ് ടൈമിൽ എൻ്റെ ദൈവം, പ്രപഞ്ചം എനിക്കിത് നടത്തി തരും. എഗെയിൻ വിശ്വസിക്കണം. എനിക്കത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും നന്നായിട്ട് പോകുമ്പോഴാണ് ലൈഫിൽ മാജിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു എൻഡ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10 വർഷമൊന്നും വേണ്ട കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. ആ ഒരു പ്യൂരിറ്റി ഉള്ള ആ കർമ്മ അത്രയും വിശ്വസിച്ച് നല്ല രീതിയിലേക്ക് പോകുന്ന ഏതൊരാൾക്കും ഒരു സെക്കൻഡിൽ തന്നെ
നമ്മളുടെ മാനിഫെസ്റ്റോ എത്ര വലുതാണ്. കാരണം യൂണിവേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ഈ യൂണിവേഴ്സിന് ഒരു ചെറുപ്പമൊന്നുമില്ല. നിങ്ങൾ 10 കോടിയോ 100 കോടിയോ എത്ര ചോദിച്ചാലും യൂണിവേഴ്സിൽ അബണ്ടൻസിലുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഗ്ലാസ് സീലിംഗ് പൊട്ടിക്കാനും വലിയ വലിയ വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറാനും ഒക്കെ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് അതെല്ലാം വരുത്താൻ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഇത് എഴുതാനായിട്ട് റെഡിയാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നൊരു വൈറ്റ് സാരി കൊടുത്തിട്ടാണ് വന്നേക്കണേ. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്തറിയാമോ, ഇത് ശരിക്കും ഞാൻ തന്നെ മെറ്റീരിയൽ മേടിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ചതാണ്. അപ്പോൾ ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ശരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ വരുമ്പോഴേ നിങ്ങൾ പറയുന്ന കമൻറ്റുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ കാണാൻ ഭംഗിയുണ്ടോ, ഈ സാരി എനിക്ക് സൂട്ട് ചെയ്യണുണ്ടോ എന്നൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും. കാര്യം എന്നറിയോ, അവരുടെ ജീവിതം അങ്ങ് രക്ഷപ്പെടട്ടെന്നേ, എല്ലാവരും അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കട്ടെ. അപ്പം നമ്മൾക്കൊരു സന്തോഷമല്ലേ, നമ്മളുടെ കൂടെയുള്ള എല്ലാവരും അബണ്ടൻസിൽ അടിച്ചു പൊളിച്ച് അവരുടെ മാജിക്കൽ ലൈഫ്, ചിലപ്പോൾ നല്ല വീടാവാം, നല്ല ജോലിയാവാം, വരുമാനമുള്ള പല പല കാര്യങ്ങൾ. ഇപ്പോൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ സിൽവർ ബട്ടണൊക്കെ കിട്ടിയിട്ട് അവർക്ക് അബണ്ടൻസ് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ലൈഫ് നന്നാവട്ടെ. അപ്പം നമുക്ക് അതിനുവേണ്ടി അവർ ബ്ലെസ് ചെയ്യാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി നന്ദി എന്ന് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഈ എഴുതി കഴിയുമ്പോൾ. കാര്യം ഒരു 3 പ്രാവശ്യം ആ എഴുതിയ 12 പ്രാവശ്യം എഴുതിയ കാര്യത്തിന് നന്ദി നന്ദി എന്നും കൂടി എഴുതി അത് അവസാനിപ്പിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് പോയി എടുക്കാം കേട്ടോ. ഇന്നത്തെ മെമ്പർഷിപ്പിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു മെഡിറ്റേഷനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എഴുതുക. അപ്പം നിങ്ങളുടെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തയ്ക്കില്ലേ അതൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആവും. അപ്പോൾ 89 റുപ്പീസ് ആ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.